പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം. അതുപോലെ നമ്മുടെ അംഗനവാടിയുടെ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്, നമ്മുടെ വാർഡിൻ്റെ ബഹുമാനീയ മെമ്പർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാക ഉയർത്താൻ വേണ്ടി നമ്മുടെ ബഹുമാനീയ മെമ്പറെ ക്ഷണിക്കുന്നു. भारत माता की भारत माता की भारत माता की महात्मा गांधी की जवाहरलाल नेहरू ने जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंग विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ओके സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന് വേണ്ടി ഒരുപാട് സ്വന്തം കുടുംബത്തെയും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് സൈനികർ, ഒരുപാട് നേതാക്കൾ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അവർ നമുക്ക് ഇതുപോലെ സുരക്ഷിതമായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം എൻ്റെ രാജ്യത്തിനായി ഞാൻ സമർപ്പിക്കുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. വയനാട് ദുരന്തത്തിൽ സേനയുടെ ഇടപെടലുകൾ, അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മറുകരയിലേക്ക് കടക്കുവാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വേലി പാലം നിർമ്മിച്ചതും അതിലൂടെ പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തി പ്രാപിപ്പിക്കുവാൻ കഴിഞ്ഞതും എല്ലാം നിങ്ങൾക്കറിയാം. അതിൽ നമ്മൾ ഒരു സൈനികനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു കറുത്ത മാസ്ക് ധരിച്ചിട്ട് ഉള്ള ഒരു സൈനികൻ. അദ്ദേഹത്തിൻ്റെ പേര് ഋഷി രാജലക്ഷ്മി എന്നാണ്. നമ്മുടെ രാജ്യത്തെ തീവ്രവാദികളെ തുടച്ചു നീക്കുന്നതിനായിട്ട് അവരുടെ അവര് നമ്മുടെ രാജ്യത്തെ തകർക്കുവാനായിട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു മെസ്സേജ് കിട്ടുകയും അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്ന് ആ അറിയിപ്പ് കിട്ടുകയും അദ്ദേഹം ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവർ നിന്നിരുന്ന ഈ കെട്ടിടത്തിലേക്ക് പോവുകയാണ്. കൂടെയുള്ളവരോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ എന്നുള്ളൊരു ധൈര്യം കൊടുത്തുകൊണ്ട് അവിടെയുള്ള എല്ലാ സേനാംഗങ്ങളും ഇവരെ നേരിടുവാനായിട്ട് പോവുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഈ തീവ്രവാദികളിൽ നിന്ന് മുഖത്തേക്ക് വെടിയേൽക്കുകയും ആ മുഖം ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. എന്നിട്ടും അദ്ദേഹം 18 സർജറികളെ നേരിട്ടുകൊണ്ട് 18 മാസത്തോളം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അദ്ദേഹം ഈ ദുരന്തമുഖത്ത് പൂർവാധികം ശക്തിയോടുകൂടി മലയാളിയാണ്. അദ്ദേഹത്തിനോട് ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു,
പറയുവാനും അമ്മയില്ലാത്ത കാലത്ത് ജീവിക്കുവാനും ഭയമാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ അമ്മയോളം തന്നെ ഹൃദയത്തിലേറ്റുകയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ടും അവരുടെ ആരോഗ്യവും ആയുസ്സും ചിന്തകളും ബുദ്ധിയും പ്രവൃത്തിയും എല്ലാം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.